നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു കഥ ആയിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന അലീനയുടെ അടുത്തേക്ക് കൃഷ്ണമോള് വരുവാണ്. കൃഷ്ണമോള് വന്നിട്ട് അലീനയെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഇതേ കൊച്ചേ ഒന്ന് മാറി നിൽക്കും, നിനക്കൂടെ പനി പിടിക്കുമെന്ന് പറഞ്ഞു. പിടിക്കട്ടെ, എനിക്ക് പനി പിടിക്കട്ടെ, പിന്നെ അത്ര നല്ല സുഖമല്ലേ പനി പിടിച്ചിട്ടുണ്ടെങ്കിൽ. അതെ, പനി പിടിച്ച് കിടക്കുമ്പോൾ അറിയാം അതിൻ്റെ സുഖം. അങ്ങോട്ട് മാറിയിരിക്കാൻ പറഞ്ഞു. അതെ, ഒരു കാര്യം ചെയ്യുക, എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പനി പിടിക്കും, അപ്പുറം മാറിയിരുന്നാൽ മതി. ഓ, ഈ അലീനയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞൊന്നും അല്ല, പനി പിടിക്കും അതുകൊണ്ട് പറഞ്ഞല്ലേ. എന്ത് ചെയ്യാനാ, താഴെയാണ് നിൽക്കത്തുമില്ല, അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് കയറി വന്നേ. അതെന്ത് പറ്റി? ഓ, അവിടെ ബബിതേച്ചിയുടെ ഓരോ ചട്ടങ്ങളും നിയമങ്ങളൊക്കെ അല്ലേ. അതെങ്ങനെയാ, ഒരു പണി കഴിയുമ്പോൾ അടുത്ത പണി തരും, എല്ലാം എഴുതി വെച്ചിരിക്കുമല്ലേ. ഇന്ന് ഈ പണികൾ ചെയ്യണം, ഇന്ന് ഒരാൾ ക്ലീനിങ് ചെയ്താൽ നാളെ വേറൊരു പണി ചെയ്യണം. എന്ത് ചെയ്യാനാ, അവിടെ നിൽക്കാൻ പറ്റില്ല, പണിയോട് പണി തന്നെ. ആഹാ, അത് കൊള്ളാലോ. അതുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി വന്നോണോ? പിന്നല്ലാതെ. അവിടെ നിന്നിട്ടുണ്ട് തലയ്ക്ക് ഭ്രാന്തി പിടിക്കും. ബബിതേച്ചിയുടെ പുതിയ റൂളുകളും കാര്യങ്ങളൊക്കെയാ, എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന ചിരിച്ചു. അലീന പറഞ്ഞു, നീ ആളെ കൊള്ളാലോ എന്ന് പറഞ്ഞു. അല്ല, ഇതെന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നേ? ആ കാരണം കൊണ്ടാണോന്ന് ചോദിച്ചു. അതുകൊണ്ടല്ല, എന്നോട് പറഞ്ഞിരിക്കുന്ന അലീനച്ചിയുടെ കഴുകാനുള്ള ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് എല്ലാനായിട്ട്. ഡ്രസ്സോ? അതേന്നേ, മുഷിഞ്ഞ ഡ്രസ്സുകളൊക്കെ എടുത്തുകൊണ്ട് എല്ലാം പറഞ്ഞു. ഉടുതുണി അല്ലാതെ ബാക്കിയെല്ലാം എടുത്തുകൊണ്ട് എല്ലാം പറഞ്ഞു. വേണ്ട മോളെ, അത് ഞാൻ തന്നെ ചെയ്തോളാന്ന് പറഞ്ഞു. എൻ്റെ പൊന്നലീനേച്ചി എന്നെ വഴക്ക് കേൾപ്പിക്കില്ല, ബബിതേച്ചിയുടെ സ്വഭാവം അറിയാലോ. എടുത്തോണ്ട് ചെന്നില്ലെങ്കിൽ ഇങ്ങോട്ട് കയറി വരും, പിന്നെ എനിക്ക് ചീത്ത തന്നെ കേൾക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ഇതെന്ത് പറ്റി, കരയുവാണോ? അതെ, ഞാൻ ഓർത്ത് ബബിതേച്ചി ആയിരിക്കും ഒരു പൊട്ടിക്കളിന്ന്. ഇപ്പം അലീന ചേച്ചി അങ്ങനെ തന്നെയാണോ? അല്ല, അത് പിന്നെ ഞാൻ ഈ ബബിതേച്ചിയെ പുറമെ ദേഷ്യം കാണിക്കുന്നുള്ളൂ, ഉള്ളു മൊത്തം സ്നേഹം, അലീനേച്ചിയുടെ സ്നേഹമുണ്ട്. പക്ഷേ ബബിതേച്ചിയുടെ വിചാരം അത് ആർക്കും മനസ്സിലാകുന്നില്ലെന്നാ, അതാ ഞാനൊരു പൊട്ടിക്കളിയെന്ന് പറഞ്ഞേ. ഇപ്പം അലീനേച്ചി കണ്ടോ, സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു വരുന്നല്ലേന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട, ആ ഡ്രസ്സുകളൊക്കെ എവിടെ, ഞാൻ ഇറങ്ങി പോയേക്കാന്ന് പറഞ്ഞു. അത് ബാത്റൂമിലുണ്ട്, മൊത്തം മുഷിഞ്ഞു കിടക്കാൻ മോളെ, ഞാൻ കഴുകിക്കോളാം. ആഹാ, അങ്ങനെ കഴുകുമൊന്നും വേണ്ട, ഞാൻ എടുത്തോണ്ട് പോയിക്കോളാം. അതും പറഞ്ഞ് കൃഷ്ണമോള് പോയി ഡ്രസ്സൊക്കെ എടുത്തോണ്ട് താഴേക്ക് പോവുക. അല്ലേ, എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. താൻ കാരണം തൻ്റെ അനുജത്തിമാർ കുറേ കഷ്ടപ്പെടുന്നുണ്ട്, അവരിങ്ങനെയൊന്നും ചെയ്തിട്ടുള്ളതല്ല, ആദ്യത്തെ സംഭവമാണ്. അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിൽ അലീനയ്ക്കും വിഷമമുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വൈജയന്തി മുറിയിൽ കൂടെ അങ്ങോട്ടും കൂടെ നടക്കുമോ. വൈജയന്തിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എഴുന്നേറ്റ് പോയി മുഖമൊക്കെ ഒന്ന് കഴുകി നോക്കി, എന്നിട്ടും ഒന്നും ശരിയാകുന്നില്ല, ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. പിന്നീട് ശിവശങ്കരനെ വിളിക്കുകയാണ്. ശിവശങ്കരൻ നല്ല ഉറക്കമാണ്. ആ സമയത്താണ് വൈജയുടെ കോള് വരുന്നത്. വൈജ വിളിച്ച് കഴിയുമ്പോൾ ശിവശങ്കരൻ കോളെടുത്തു. എന്താ വൈജ, എന്താ ഈ സമയത്തെന്ന് ചോദിച്ചുകൊണ്ട് ശിവശങ്കരൻ അങ്ങോട്ട് എഴുന്നേറ്റ് പുറത്തേക്ക് വരുവാണ്. ശിവേട്ടൻ എന്തെടുക്കുമായിരുന്നു? ഈ മുതുപാതിരാത്രിക്ക് ഞാൻ എന്തെടുക്കാനായിട്ടാ? അല്ല ശിവേട്ടാ, ശിവേട്ടൻ ഉറങ്ങിയായിരുന്നു? ഇല്ല, ഞാൻ ടർഫിൽ പോയി ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ഓ, നിങ്ങൾക്ക് എന്തും ആവാലോ, ക്രിക്കറ്റ് കളിക്കാം, സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം, ബാക്കിയുള്ളവർക്കല്ലേ ഇതൊന്നും പറ്റില്ലാത്തോളെ. എൻ്റെ വൈജ ഒരു കോമഡി പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള സെൻസ് പോലും ഇല്ലേ നിനക്ക്? എനിക്ക് മനസ്സിലായി എന്നെ കളയാക്കിയതാന്ന്. ശിവേട്ടാ, ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളൊക്കെ സന്തോഷത്തോടെ കിടന്ന് ഉറങ്ങുകയും എല്ലാം ചെയ്യുകയും ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നെ ഒരു നരകത്തിൽ കൊണ്ട് തള്ളിയിട്ടിട്ടല്ലേ പോയിരിക്കണേ. നരകോ? ഏത് നരകം? എടി, നിന്റെ ഭർത്താവിൻ്റെ വീട്ടിലല്ലേ കൊണ്ടാക്കിയത്, ഭർത്താവിൻ്റെ വീട്. ഞാനിനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല. ഭർത്താവിനും മക്കൾക്കും എന്നെ വേണ്ട, മക്കളെ വരെ അവൾ കയ്യിലെടുത്തിരിക്കുക. എല്ലാവരും കൂടെ എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് തിരിഞ്ഞു നോക്കുക. ഗംഗേട്ടനും ശിവേട്ടനും കൂടെ എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. എന്നിട്ടോ അവൾക്ക് സുഖമാണെന്ന് അറിയാൻ വേണ്ടി ഒന്നെങ്കിലും ഒന്ന് വന്നോന്ന് ചോദിച്ചു. എടി, അത് പിന്നെ നിന്റെ വീട്ടിലേക്ക് ഞാൻ വന്ന് അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? നിനക്ക് അവിടെ സുഖമായിരിക്കില്ലേ? പിന്നെ പരമാനന്ദ സുഖം കൂടിപ്പോയിട്ടെ ഞാനൊരു തീരുമാനം എടുത്തു, ഞാൻ ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുക. വീട്ടിൽ നിന്ന് പോകാൻ എങ്ങോട്ട്? വീട് വിട്ടു പോവുക, അത്ര തന്നെ. ഇനി ഈ വീട്ടിൽ ഒരു നിമിഷം പോലും ഞാൻ നിൽക്കില്ല. ഇനി എൻ്റെ തീരുമാനമായിരിക്കും ഞാൻ നടപ്പാക്കാൻ പോകുന്നത്, അല്ലാതെ ആരുടെ അടിമയായിട്ട് കിടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ വൈജേ, നീ ഒന്ന് സമാധാനപ്പെട്. ഇവിടെ മനുഷ്യയാണെങ്കിൽ അല്ല തന്നെ കിളിയില്ല. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അങ്ങനെ ഒരു ടെൻഷനിലിരിക്കുമ്പോഴാണ് നിന്റെ അടുത്ത പ്രശ്നങ്ങൾ. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക. നീ എങ്ങോട്ട് പോകുന്ന കാര്യം പറയണേ, എങ്ങോട്ടേലും ഞാൻ പോയിക്കോളാം, ആർക്കും ഒരു ശല്യമായിട്ട് വരുന്നില്ല പോരേന്നും പറഞ്ഞിട്ട് കോള് ദേഷ്യത്തോടെ കട്ട് വീണ്. എടി വൈജ എന്നൊക്കെ പറഞ്ഞ് ശിവശങ്കരൻ വിളിച്ചെങ്കിലും വൈജ കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയതുമില്ല. ശിവശങ്കരൻ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. ഒരിടത്തും ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥ. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വൈജയന്തി നേരെ അലീനയുടെ മുറിയിലേക്ക് ചെല്ലുവാണ്. അലീന കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ കഥ തുറക്കുന്ന ശബ്ദം കേട്ടുകഴിഞ്ഞപ്പോൾ അലീന പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. നോക്കിക്കഴിഞ്ഞപ്പോൾ വൈജയന്തിയാണ്.
ഓ സുഖമായിട്ട് നീ കട്ടിലെ കിടന്നുറങ്ങുമല്ലേ? എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞപ്പം കട്ടിൽ നീ സ്വന്തമാക്കി നിലത്ത് ചുരുണ്ടുകൂടി കിടന്നവളാ. ഇപ്പം എന്തൊരു സുഖമാണെന്ന് നോക്കിയേ. ആ സമയം അലീന ചോദിച്ചു, ഇത് പറയാനാണ് മാഡം പാതിരാത്രി ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചു. എടി നീ അങ്ങനെ ഇപ്പോൾ ഇവിടെ സുഖിച്ച് കിടക്കണ്ട. കുറേ നാളായാലും ഇങ്ങോട്ടേക്ക് വന്നിട്ട്. ഞാൻ പറയുമ്പോൾ നീ എന്താ പറയണേ? ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞോണ്ടല്ലേ ഇവിടെ നിന്നിരുന്നേ. എന്നിട്ട് ഇത്രയും കാലമായല്ലോ നീ ഇതുവരെയായിട്ട് ഈ വീട്ടിൽ നിന്ന് പോയില്ലോ എന്ന് പറഞ്ഞു. മേഡം ഞാൻ പോയിക്കോളാം, അല്ലെങ്കിൽ ഞാൻ അധികം നാളൊന്നും ഇവിടെ നിൽക്കില്ല. പിന്നെ നിൽക്കില്ല പോലും. ഇത് കുറേ കാലമായി ഞാൻ കേൾക്കണേ. ആദ്യം എൻ്റെ ഭർത്താവിനെ നീ കൈക്കലാക്കി, പിന്നെ എൻ്റെ മക്കളെ നീ അവരെല്ലാം സ്വാധീനത്തിലാക്കി, എന്നിട്ട് എന്നെ അങ്ങോട്ട് ഒറ്റപ്പെടുത്തി. ഞാൻ ആരെയും സ്വാധീനത്തിലാക്കിയിട്ടില്ല. നീ കൂടുതൽ കിടന്ന് എൻ്റെ മുന്നിൽ കിടന്ന് അഭിനയിക്കണ്ട. നീ എന്തായിരുന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ദൈവത്തെ ഓർത്ത് ഒരു കാര്യം ചെയ്യണം. എത്ര രൂപ വേണം തരാം, എത്ര ലക്ഷം വേണം നീ പറഞ്ഞാൽ മതി, നിനക്ക് തരാം. ഒന്ന് പോയി തരാമോ, ഒന്ന് ഒഴിവായി തരാമെന്ന് വൈജയന്തി ചോദിച്ചു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ലക്ഷങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ കടം വീട്ടാൻ പറ്റുമെന്ന് മേഡത്തിനോട് ആരാ പറഞ്ഞേ? ലക്ഷങ്ങൾ കൊണ്ടൊന്നും എൻ്റെ കടം വീട്ടാൻ മാഡത്തിന് പറ്റില്ല. അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അത് വെറുതെയാ. ഇത് കേട്ട് ഞാൻ വൈജയന്തി പറഞ്ഞു, അപ്പം ലക്ഷങ്ങൾ തന്നാലും നീ പോകത്തില്ല. അപ്പം നിനക്ക് ഇവിടുന്ന് പോകാൻ ഉദ്ദേശമില്ലല്ലേ? അതെ, എന്നോടുള്ള കടവും കടപ്പാടും ഈ ജന്മത്തിൽ മാഡത്തിന് തീർക്കാൻ പറ്റില്ല. അതിന് ഞാൻ കൂടുതൽ പറയണില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, എനിക്കറിയാടി നിന്റെ ഉദ്ദേശം എന്താന്ന്. നിനക്ക് ഇവിടുന്ന് പോകാൻ താല്പര്യമില്ല. അലീന പറഞ്ഞു, എനിക്ക് മാഡത്തിന് ലക്ഷങ്ങളൊന്നും വേണ്ട, ഞാൻ പോയിക്കോളാം. പക്ഷെ ഇപ്പോഴീ അവസ്ഥയിൽ പോകാൻ പറയരുത്, എനിക്ക് തീരെ വയ്യ. കുറച്ച് ദിവസം വേണം. നിനക്ക് എത്ര ദിവസം വേണം? ഒരു 2 ആഴ്ച. 2 ആഴ്ചയെങ്കിൽ 2 ആഴ്ച. 2 ആഴ്ചക്കുള്ളിൽ ഈ വീട് വിട്ട് പോയിക്കണം. അല്ലെങ്കിൽ ഒരാളെ ഇവിടെ കാണത്തുള്ളൂ. ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ നീ. അപ്പം നീ വീട് വിട്ട് പോകാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നീ പോയേ മതിയാവുള്ളൂ. അതും പറഞ്ഞ് വൈജയന്തി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അലീനെ വിളിച്ചു. മേഡം ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അതെ, ഞാൻ 2 ആഴ്ചക്കുള്ളിൽ പോയിക്കോളാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ മാഡം എന്നെ അന്വേഷിക്കരുത്. ഞാൻ നിന്നെ അന്വേഷിക്കണം എന്തിന്? അല്ല, മാഡം എന്നെ പിന്നെ കാണാൻ വരരുത്, കാണണമെന്ന് തോന്നുകയും ചെയ്യരുത്. പിന്നെ ഞാൻ ഒരിക്കലും മാഡത്തിനെ കാണാനായിട്ട് വരത്തുമില്ല. എടി, നിന്നെ പോലൊരു പിശാചി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൈകൂട്ടി ചിരിക്കത്തുള്ളൂ. പിന്നെ നിന്റെ പുറകെ വരാനായിട്ടോ എൻ്റെ പട്ടി വരും. അതൊക്കെ നിന്റെ വെറും തോന്നൽ മാത്രമാണ്. അതും പറഞ്ഞ് വൈജയന്തി അഹങ്കാരത്തോടെ പോകുമ്പോഴത്തേനും അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ ബബിത മുറ്റമടിക്കുകയാണ്. മുറ്റമടിക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ ബാൽക്കണി വന്ന് നോക്കുകയാണ്. അത് ബബിത കണ്ടു. ബബിത രൂക്ഷമായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ഒന്നും അല്ലാത്ത മട്ടില്ല പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറിപ്പോയി. ഈ സമയം അലീന എന്ത് ചെയ്ത് രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ആയിട്ട് താഴേക്ക് ഇറങ്ങി വരുവാണ്. അപ്പോഴേ കൃഷ്ണമോൾ ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. അല്ല, ഞാൻ രാവിലെ കുളി കഴിഞ്ഞു. അത് കണ്ടിട്ട് മനസ്സിലായി. ഇപ്പം എനിക്ക് പനിയൊന്നുമില്ല. പനി കുറഞ്ഞെന്ന് മനസ്സിലായി. കഴിക്കാത്തെന്താ? അത് കുറച്ച് തുണി കഴുകാനുണ്ട്. നല്ല കഥയായി. ബബിതേച്ചി മുറ്റത്തുണ്ട്, അങ്ങോട്ട് ചെല്ല്. ഇപ്പം തന്നെ ബബിതേച്ചി ഇങ്ങോട്ട് കയറി വരും. ഇത് കണ്ടിട്ടുണ്ടെങ്കിലേ ബബിതേച്ചി നല്ല പണി തന്നെ തരുമെന്ന് പറഞ്ഞു. അയ്യോ, എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ല. അതെ, പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബബിത ഡോക്ടറെ സർട്ടിഫിക്കറ്റ് എഴുതണം. ഒരു കുഴപ്പമില്ലെന്ന്. എങ്കിൽ മാത്രമേ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതെ, എൻ്റെ തുണി ഞാൻ തന്നെ കഴുകിക്കോളാം. ഇത്ര ദിവസം നിങ്ങൾ ചെയ്തു തന്നില്ലേ, ഇനി വേണ്ട. നിങ്ങൾ മടുത്തില്ലേ? അതൊന്നും സാരമില്ല. ബബിതേച്ചിയുടെ വായിന്ന് എന്നെ ചീത്ത ഏൽപ്പിക്കില്ല. മര്യാദയ്ക്ക് മുറിയിലേക്ക് കയറി പോകാൻ നോക്കുക. ആ തുണി ഇവിടെ വെച്ചിട്ട് പോകാൻ പറഞ്ഞു. അപ്പോഴേക്കും ബബിത അങ്ങോട്ട് കയറി വന്നു. എന്താന്ന് ചോദിച്ചു. കണ്ടോ, അലീന ചേച്ചി തുണി കഴുകാനായിട്ട്. ഓഹോ, കട്ടിലേന്ന് ഇറങ്ങല്ലെന്ന് പറഞ്ഞിട്ട് തോന്നിയാസോ അല്ലേ? എന്തിനാ കട്ടിലേന്ന് ഇറങ്ങി പോന്നേ? അത് പിന്നെ എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ല നോക്കാനും പറഞ്ഞുകൊണ്ട് ബബിതയുടെ കൈയെടുത്ത് അലീന നെറ്റിയിലേക്ക് വെക്കുവാണ്. ഇതേ ചൂടുണ്ടോന്ന് നോക്കിയേ. പനിയൊന്നുമില്ല, പക്ഷേ പണിയെടുക്കാറായില്ല. പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി. മര്യാദയ്ക്ക് മുറിയിലേക്ക് പോയിക്കോ, തുണിയൊക്കെ ഞാൻ കഴുകിക്കോളാം. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ബബിതേ ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി. ഒടിയിൽ അലീന അങ്ങോട്ട് കയറിപ്പോകാൻ തുടങ്ങിയിട്ട് കൃഷ്ണമോളോട് പറഞ്ഞു, കൃഷ്ണമോളെ രോഗത്തിനോട് എൻ്റെ മുറിയിലേക്കൊന്ന് വരാൻ പറയാമെന്ന് ചോദിച്ചു. അതിനെന്താ, ഞാൻ പറയാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾ അങ്ങോട്ട് കയറിപ്പോയി. ആ സമയം അലീന നിൽക്കുക. ബബിത പറഞ്ഞു, എന്താ നോക്കി നിൽക്കുന്നത്, കയറിപ്പോകാൻ പറഞ്ഞു. അങ്ങനെ അലീന മുറിയിൽ ചെന്ന് ഇത്തിരി സമയം കഴിഞ്ഞപ്പോൾ രോഹിത് അങ്ങോട്ട് വന്നു. രോഹിത് വന്നു നോക്കി കഴിഞ്ഞപ്പോൾ അലീന ബെഡ്ഷീറ്റൊക്കെ ഉടഞ്ഞു വിരിക്കുക. ഇതെന്താ? അയ്യോ, ബബിത വരുന്നതിന് മുമ്പ് ചെയ്തേക്കുക. ബബിത വന്നിട്ടുണ്ട്, ഒന്നിനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവൾ കാരണം ഞങ്ങൾക്കൊരു സ്വസ്ഥതയില്ല. ഏകാധിപത്യ ഭരണമല്ലേ അവളുടെ. അതെന്താ? ഒന്നും പറയണ്ട. ഇവിടെ അച്ഛനും അലീനേച്ചിക്കും അമ്മയ്ക്കും മാത്രം അവൾ ജോലി വിഭജിച്ച് കൊടുക്കാത്തുള്ളൂ. എന്നെയും കൃഷ്ണമോളെ നിലയ്ക്ക് നിർത്തുന്നില്ല. അവളുടെ ഭരണം എങ്ങനെ അവസാനിപ്പിക്കുമെന്ന് കരുതി ഓർത്തിരിക്കുമോ ഞങ്ങളെന്ന് പറഞ്ഞു. അല്ല, അലീനേച്ചി എന്തിനാ വിളിച്ചേ? എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. വാ ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് രോഹിത്തിൻ്റെ കൈ പിടിച്ച് അവിടെ ഇരുത്തി. അതെ, നിനക്ക് കോളേജിൽ പോകണ്ടേ, പഠിക്കണ്ടേ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയേ വിളിച്ചേന്ന് പറഞ്ഞു.
അത് കേട്ട് കഴിഞ്ഞപ്പോൾ രൂപത്തിൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി വല്ലാത്തൊരു സങ്കടമായി. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.